സതീശ, അവിടെ എന്തോന്ന്? നീ ഇത് രാവിലെ എവിടെ പോണത്? നീ അവിടെ രാവിലെ എന്തോന്നുണ്ടാ ചെയ്യുന്നത്? ലേച്ചി രാവിലെ കുറെ പാക്ക് പറക്കാന്ന് വിചാരിച്ചു. അവിടെ അമ്മമ്മ രാവിലെ പറഞ്ഞു രണ്ട് പാക്ക് പറക്കണം. അങ്ങനെ ഞാൻ പാക്ക് എടുക്കാൻ മടിയിരിക്കുന്നു പാക്ക്. എടാ, നമ്മളെ വീട്ടിലേക്ക് 36 കൊടുക്കാൻ 2 പാക്ക് എനിക്കൂടെ താടാ. അയ്യോ ചേച്ചിക്ക് എന്നാ ശരിയാവില്ല. ഇത് ആകെപ്പാടെ 2 പാക്കേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പോയിട്ട് നിങ്ങൾ അമ്മയ്ക്ക് ഇത് കടിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ഉറപ്പ് കേട്ടാ. നിന്റെ പാക്കൊന്നും എനിക്ക് വേണ്ടടാ. പിന്നൊരു കാര്യം, ഞാൻ ഇലക്ഷൻ നീക്കിയേനെ കേട്ടാ. നീ അറിഞ്ഞാണല്ലോ, എന്റെ ചിഹ്നം കൊടയാണ്. മറക്കരുത്, നിന്റെ വോട്ട് എനിക്ക് എന്ന് തരണം കേട്ടാ. അവിടെ വല്ല എടുത്ത് കാണിക്കാൻ പറഞ്ഞ് എനിക്ക് നാണക്കേട്. ഇതെന്തായാലും തോളി കിടക്കട്ടെ. ഇവിടുന്ന് 4ാമത്തെ വീടല്ല, ഇവിടുന്ന് 7ാമത്തെ 8ാമത്തെ. അവിടെ ആരെങ്കിലും ഓ, ഇന്നിപ്പോ ഇതിവിടെ വച്ചിരുന്ന എന്നെ എവിടെയെല്ലാം കൂടെ കൊണ്ട് സർജറി ചെയ്യിപ്പിക്കും. വേണ്ട, ഇതെന്തൊരു ചെയ്യാം? തലയെ വെച്ചാലാ? വേണ്ട. അയ്യോ, ഇവളെ കൊണ്ട് തോറ്റ്. ഇവന്മാരെല്ലാം കൂടെ ഇത് എവിടെ പോയി കിടക്കണത്? ഓട്ടോ ചോദിച്ച് ഞാൻ വയലിൽ വന്നപ്പോ ഇവന്മാരെയൊന്നും കാണാനില്ലല്ലോ. ഇത് എവിടെ പോയി കിടക്കണ ഇവന്മാര്? അയ്യോ, ഇവിടെ ചാടാ ഉണ്ടല്ലേ. ഇവന്മാർ ഈ കാലും കവച്ച് വെച്ച് ഇത് എങ്ങനെ ഈ അപ്പുറം ഇപ്പുറം ചാടി പോണ പാവം തന്നെ. ഞാൻ ജയിച്ച ഉടനെ അത് ഇവിടെ ഒരു പാലം പണി നോക്കിയോ. അയ്യോ സതീശൻ, ഓ എടാ സതീശ, നിന്നെങ്കിലും കണ്ടല്ലടാ. എടാ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം നീ അറിഞ്ഞില്ല. ചേച്ചി, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ട് ചേച്ചി? കോടിക്കണക്കിന് നിനക്ക് വാഹയം ഒന്നുമില്ല. ചേട്ടൻ തന്നെ ഗൾഫിയിരിക്കും. ഇതിന്റെ അപ്പുറം എന്തൊരു വേണം? പൈസ വന്നുകൊണ്ടിരിക്കരുത്. നിനക്ക് ഈ ഇലക്ഷൻ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടാ? കണ്ട് നിറഞ്ഞവന്റെ കടം മേടിക്കണം, ഉണ്ട് നിറഞ്ഞവന്റെ ഉരുള മേടിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സംഭവം എനിക്ക് പിടികിട്ടി. ചേച്ചി കണ്ട് നിറഞ്ഞു കിടക്കുമ്പോൾ ഈ വകയൊന്നും പറ്റിക്കൂല. പക്ഷെ അത് ജനങ്ങൾക്കൊന്നും അറിഞ്ഞൂല. ചേച്ചി ആദ്യമായിട്ടിരിക്കുന്ന പൈസയുടെ അഹങ്കാരം എന്ന് പറയും. ചേച്ചി എന്തെങ്കിലും ചെയ്യും. അപ്പൊ നിനക്ക് കാര്യം പിടികിട്ടി. നിന്റെ വോട്ട് എനിക്ക് തരണം. എന്റെ ചിഹ്നം ഏതാണെന്ന് അറിയാമോ? വാഴയാണ്, മറക്കല്ലേ. സതീശ, പിന്നെ ശരി. ഓ ശരി ശരി. നീ എന്തേടാ കുറെ നേരം കൊണ്ട് കിടന്ന് ഒളിക്കുന്നത്? ഒന്നുമില്ല. ഉണ്ട്. ഇല്ലെന്ന് എന്റെ ഒന്നുമില്ല. എന്റെ ഒന്നുമില്ല ചേച്ചി. അത് നിന്റെ നെക്കറല്ലേടാ നീ എടുത്തെറിഞ്ഞത്? ചേച്ചി, രാവിലെ 7 മണിയായപ്പോ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോന്ന് ഇറങ്ങി വന്നതാണ്. ആദ്യം മറ്റേ സ്ഥാനാർത്ഥി വന്നു, പിന്നെ വേറെ സ്ഥാനാർത്ഥി വന്നു. ഓ, എനിക്ക് തോന്നുന്നു ഇത് താഴോട്ട് പോയില്ലെങ്കിൽ ഇത് മേളിൽ കയറി തല മേടിച്ച് വോട്ടൊക്കെ ഞങ്ങിടാ പോന്നി. അത് പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ സതീശ? മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ചേച്ചി? ഇലക്ഷന്മാർക്കൊരു പാടുള്ള പണി എന്നെ ദൈവമേ. ഇതെല്ലാം കൂടെ ഞാൻ പോകുന്ന വഴിയിൽ തന്നെ കയറി വരുന്നല്ലേ. ഇതൊന്നും വേറെ റൂട്ടൊന്നും ഇല്ലേ പോവാൻ? ഇതൊക്കെ വലിയ കഷ്ടം തന്നെ കേട്ടാ രണ്ടുപേരും. ഞാൻ പോയ റോഡിൽ പറഞ്ഞു അതിന്റെ അടുത്തൊക്കെ വരാനായിട്ട്. ഇതെന്ത് പാട്? നീ ജയിക്കൂല, ഞാനേ ജയിക്കുള്ളൂ. എന്ത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യം വല്ലോണ്ട്. എന്റെ പൊന്നു പൊതുപ്രവർത്തകരെ, ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം കൂടെ ഇവിടെ കിടന്ന് തമ്മിലടിക്കണതേ അവര് നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. മനസ്സിലായ? ഇത് ആര് ജയിക്കും ആര് ജയിക്കൂല എന്നൊക്കെ ഉള്ളത് ആൾക്കാരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അവിടെ 2 കൊച്ചു പിള്ളേരും ഒരു അമ്മച്ചി മാത്രം.
കൊടുത്ത നിങ്ങൾ അവരെ വാക്കും കേട്ടോണ്ട് നന്നാവാൻ പോകാൻ നിൽക്കും. ഞാൻ എന്റെ ജോലി നോക്കുക.